Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiba, quluban khashiyah. Amma ba'd. Allahumma la sahla illa ma ja'altahu sahla, anta taj'alul hasana idha shi'ta sahla. Assalamu alaikum rahmatullahi wa barakatuhu, my beloved sisters. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, അതായത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് സ്വർഗം വാജിബാകുന്നു. അതേതാ സുന്നത്ത് നമസ്കാരം എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ഹാൻഡ്സ് അപ്പ് ചെയ്യാം. അങ്ങനെ ഒരു നിസ്കാരം ഉണ്ട് അല്ലെ? നമ്മുടെ പൂർവികർക്ക് ഈ ഗ്രൂപ്പിലെ പണ്ടേയുള്ള സ്റ്റുഡൻസിന് അറിയുമായിരിക്കും, കാരണം അവരൊക്കെ കുറെ കേട്ടതാ. 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് വജബത്ത് അലൈഹിൽ ജന്ന എന്ന് പറയുന്ന ഒരു സുന്നത്ത് നമസ്കാരം ഉണ്ട്. ആർക്കും അറിയില്ലേ? അറിയുമായിരിക്കും അല്ലെ? പറയാൻ പഠിച്ചിട്ടാ? പറയാൻ പറ്റൂലോ. അത് ഹാൻഡ്സപ്പ് ചെയ്താലും മതി ഇൻഷാ അല്ലാഹ്. അതായത് റബ്ബ് സുബ്ഹാനഹു തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുവാനും ഗ്രൂപ്പ് ഫോം ചെയ്യുവാനും അതിൽ നമ്മളൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുവാനും അതൊക്കെ കേൾക്കാനും ഒരുപാട് വിവിധ ഭാഷകളിലും സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇത് ചെവിയോർത്ത് ആ സമയത്ത് അതിനു വേണ്ടിയില്ലേ ഉച്ചമയക്കത്തിൽ ക്ലാസ് കേട്ടിരിക്കാനും ഒക്കെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖാണ്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. അറിയുന്നവർ ഒത്തിരി ഉണ്ട് അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി അല്ലെ, ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ സഹോദരിമാരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവര് പലതര ജോലി തിരക്കുകൾ മാറ്റിവെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ പുറത്തുള്ളപ്പം ഇതിനകത്ത് കയറി ഈ ഒരു ഗൂഗിൾ മീറ്റ് കയറി ക്ലാസ് കേൾക്കാനുള്ള ക്ഷമ കാണിച്ചതിന് അല്ലെ, അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു പറയാം, എന്നോട് ഇഷ്ടമാണെങ്കിൽ അഹബ്ബക്കല്ലദി അഹബ്ബതനിയല എന്നും പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലെ, നമ്മൾ അള്ളാന്റെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ട് ഓഫറുകൾ ഉണ്ട് അല്ലെ. പക്ഷെ കണ്ണങ്കണ്ടിന്റെ ഫ്രിഡ്ജ് ഓഫറോ ആമസോണിന്റെ ക്രിസ്മസ് ഓഫറോ അലൻസോളിന്റെ ഷർട്ട് ഉണ്ടല്ലോ 2x3 ഗെറ്റ് എന്നുള്ള ഓഫർ, ഇങ്ങനത്തെ ഓഫറുകളൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ ഓടും അല്ലെ. എങ്ങനെങ്കിലും ആ ഡേറ്റ് കഴിയുന്ന മുമ്പേ ആ ഷർട്ട് വാങ്ങാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങി അതിൻ്റെ അപ്പുറം മിക്സി കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ ഓഫറുകളൊന്നും തന്നെ നമ്മൾ കാര്യമായി ഗണിക്കാറില്ല അല്ലെ. ഈ അടുത്ത കാലം വരെ ഞാനടക്കം ഈ നിസ്കാരം നിസ്കരിച്ചിരുന്നില്ല, കാരണം അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല കേട്ടോ. സത്യത്തിൽ ആക്ച്വലി അറിയാത്തത് കൊണ്ട്, അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. അൽഹംദുലില്ലാഹ്. അപ്പം അള്ളാഹു നൽകുന്ന ഓഫറുകളുടെ വിഷയത്തിൽ ഓഫലത്തൻ താമൻ നമ്മൾ പൂർണ്ണമായ അശ്രദ്ധയിലാണ് അല്ലെ. ഇനി അങ്ങനെ ആയിക്കൂടാ അല്ലെ. അള്ളാഹു തരുന്ന എല്ലാ ഓഫറുകളും ഇതൊക്കെ കേൾക്കുമ്പോ വിചാരിക്കുക ഇതൊക്കെ ലൈഫിൽ പകർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ, ഇത്തിരി ടഫ് അല്ലേ എന്നൊക്കെ വിചാരിക്കും. വെറുതെ വിചാരിക്കുകയാണ്. വെരി വെരി ഈസിയാണ്. അത് ലൈഫിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വിടാൻ പറ്റൂല. നമ്മുടെ ലൈഫിനോട് അത് അങ്ങ് അറ്റാച്ച്ഡ് ആയി പോകൂലേ. നമ്മൾ ഒറ്റ ദിവസം കുളിക്കാണ്ടിരിക്കൂലാലോ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കൂലാലോ. അതുപോലെ തന്നെ ഈ സുന്നത്ത് നമസ്കാരങ്ങളും നമ്മളെ ലൈഫിൽ അങ്ങ് റൊട്ടീനായി തീരും. അപ്പൊ ഈ നമസ്കാരം ഏതാന്ന് വെച്ചാൽ വുളുവിന്റെ നമസ്കാരാണ് അല്ലെ. അതിൽ ഹദീസ് കേൾക്കാം, മാമിൻകും അഹദിൻ അഹ്സനു വുളുവൻ, നിങ്ങളിൽ ആരെങ്കിലും നന്നായി വുളു ചെയ്ത് യുഹ്സിനു വുളുവൻ, അതായത് പ്രത്യേകിച്ച് യുഹ്സിനു വുളു എന്ന് പറഞ്ഞാൽ വുളു നന്നാക്കുക എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സുമ്മ യഖൂമു അല്ലെ റകഅത്തൈൻ അല്ലെ. അപ്പൊ നിങ്ങൾ വുളു എടുത്ത ശേഷം 2 റകഅത്ത് നമസ്കരിച്ചാൽ ഉളുവിന് എന്ത് പറയുന്നുണ്ട്? നന്നായിട്ടില്ലേ യുഹസിന് ഉളുവൻ, അതായത് ചിലപ്പോൾ 1 പ്രാവശ്യം ഉളു എടുത്താലും ശരിയാവും, ചിലപ്പോൾ 2 പ്രാവശ്യം ഉളു എടുത്താലും ശരിയാവും, ചിലപ്പോൾ 3 പ്രാവശ്യം കഴിയാൽ, അങ്ങനൊക്കെ ഹദീസുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ യുഹസിൻ. അപ്പൊ നന്നായിട്ട് വൃത്തിയായിട്ട് ഉളു എടുത്തിട്ട് അല്ലെ. അങ്ങനെ സ്വർഗം പ്രോമിസ് ആകുന്ന പല പല നമസ്കാരങ്ങളും ഉണ്ട്. അവക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ യുഹ്സിന് വുളുവൻ സുമ്മ യഖൂമു ഫയർഖഉ റകഅത്തൈനി ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ ഖദ് ഔജബ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇല്ലാ ഖദ് ഔജബ, അതായത് അവന് നിർബന്ധമാകാതിരിക്കുന്ന
നടക്കുകയില്ല. അല്ലെ, ആരൊക്കെ പറഞ്ഞിട്ടുള്ളത്? മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇവരൊക്കെ ഐക്യകണ്ഠേന 5 ഹദീസ് പണ്ഡിതന്മാരും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് അല്ലെ. നമ്മൾ ആരും തന്നെ അത്രമാത്രം വിലമതിക്കാത്ത, ശ്രദ്ധിക്കാത്ത ഒരു നിസ്കാരം അല്ലെ. നമ്മൾ കുറേ നിസ്കരിക്കാറുണ്ട് അല്ലെ, പ്രത്യേകിച്ച് എസ്പെഷ്യലി റമളാനിലൊക്കെ. പക്ഷെ ഈ ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ നമ്മൾ നല്ലോണം ബോധറാവേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചൊന്ന് നിസ്കരിക്കുക തന്നെ വേണം. എന്നാലോ ഇത് ഒറ്റക്കിട്ട് നിസ്കരിക്കുകയും വേണ്ട. അതാ ഇതിന്റെ വേറെ ഹൈലൈറ്റ്. കേട്ടോളൂ. നമ്മൾ സുന്നത്തും ഫർളായിട്ട് ഒരുപാട് നമസ്കരിക്കുന്നുണ്ട് അല്ലെ. എന്നാൽ അതിലൊന്നും തന്നെ ഔജബ അലൈഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായി എന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല അല്ലെ. വലാ വുളൂ ലിമൻ വസ്കുറിസ്മല്ലാഹ അലൈഹി. അതായത് ഒരാള് ബിസ്മി ചെല്ലാണ്ട് വുളു ചെയ്താൽ അവന് വുളു ഉണ്ടാവുകയില്ല. അതായത് വുളു ചെയ്യുമ്പോൾ നമ്മൾ പണ്ടൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു ചെല്ലിയിരുന്നത്. പക്ഷെ അതല്ല, ബിസ്മില്ല എന്നാണ് ചെല്ലേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമും വേണ്ട, ബിസ്മില്ല എന്ന് പറയാം അല്ലെ. അങ്ങനെ പറഞ്ഞ് കഴുകേണ്ട അവയവങ്ങൾ 3 പ്രാവശ്യം, കൈയും കാലും മുഖവും ഒക്കെ 3 പ്രാവശ്യവും, മുട്ടുവരെയുള്ള കൈയും, പിന്നെ തലയും ചെവിയും ഒറ്റ പ്രാവശ്യം തടവുകയും ചെയ്യും. അതാണ് ഇസ്ബാഹൽ വുളു, അതായത് നന്നായി വുളു ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നമസ്കരിച്ച് എന്നിട്ട് പറഞ്ഞു, നിസ്കരിച്ച ശേഷം പറയാം, ഓഫിറ ദംബഹു മാ തഖദ്ദമ, എന്റെ മുൻ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും അല്ലെ. ഇങ്ങനെ 2 ഒളു ചെയ്ത ശേഷം 2 റക്അത്ത് നമസ്കരിച്ച ശേഷം പറഞ്ഞു, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അല്ലെ. നമുക്കറിയാം ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ സ്വർഗത്തിൽ പോയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ പോയ പോക്കില് 2 ആളുകളുടെ കൊട്ടാരങ്ങൾ കാണുകയുണ്ടായി അല്ലെ. ഒന്ന് നമ്മുടെ ഉമർ റളിയല്ലാഹുവിന്റെ കൊട്ടാരവും 2 ബിലാൽ റളിയല്ലാഹുവിന്റെ കൊട്ടാരം അല്ലെ. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ കൊട്ടാരം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറാണ്ട് പോകുന്നു അത്ര. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, താങ്കൾക്കൊന്ന് അവിടെ കയറാമായിരുന്നില്ലേന്ന്. മനസ്സിലായില്ലേ? ബിലാൽ റളിയല്ലാഹുവിന് നിങ്ങൾക്ക് കയറാമായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ബിലാലെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യല്ലേ, ഉമറെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യല്ലേ, അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് ഭയങ്കര വിഷമായി പോയി. കാരണം നബിയെ, താങ്കൾ എന്റെ വീട്ടിൽ കയറിയിട്ട് എനിക്ക് ദേഷ്യം പിടിക്കുകയെ, എനിക്ക് സന്തോഷമല്ല ഉണ്ടാവുക നിങ്ങൾ കയറില്ലാലോ എന്ന് പറഞ്ഞിട്ടത് ഒരു ഇമോഷണൽ ഒരു പ്രസന്റേഷൻ ആയിരുന്നു അവര് തമ്മിലുള്ള. അങ്ങനെ അപ്പൊ എന്നിട്ട് ആകാശലോകത്തുനിന്ന് ഭൂമിയിൽ വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ബിലാലെ, സ്വർഗത്തിൽ നിങ്ങളുടെ കാലൊച്ച ഞാൻ കേട്ട്. ചില ആളുകൾ നടക്കുമ്പോൾ കാലിന്റെ ഒച്ച വ്യത്യാസം, ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഉറക്കത്ത് വരെ ഡയലോഗ് കേട്ടാൽ നമുക്ക് പറയാൻ പറ്റും അത് ഇന്ന ആളാണ് സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ ബിലാലിന്റെ കാലൊച്ച കേട്ട്, അപ്പൊ ബിലാലിന് സ്വർഗത്തിലൊരു ഭവനമുണ്ട്, താങ്കൾ എന്ത് അമലാണ് ബിലാലെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബിലാൽ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ എപ്പോ വുളു ചെയ്താലും 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. അപ്പൊ ബിലാൽ റളിയല്ലാഹുവിന് സ്വർഗത്തിൽ ഭവനം വാഗ്ദാനം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ നമസ്കരിച്ചത് കൊണ്ടാണ് അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് അല്ലെ. ഈ ഓഫറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, റവാത്തിബിനോടൊപ്പം നിയ്യത്ത് വെക്കാം, ഇസ്തിഖാറയോടൊപ്പം നിയ്യത്ത് വെക്കാം, തഹിയ്യത്തിനോടൊപ്പം നിയ്യത്ത് വെക്കാം അല്ലെ. അപ്പൊ നമ്മൾ പള്ളി കയറുക, അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കണം, നമുക്ക് വുളുവിന്റെ നമസ്കാരം വേണം എങ്കിൽ തഹിയ്യത്ത് പ്ലസ് എന്താക്കാം, പിന്നെ ഉളുവിന്റെ നമസ്കാരം വെക്കാം. ഇനിയിപ്പോ ഇസ്തിഖാറ നമസ്കരിക്കുക, അപ്പൊ ഇസ്തിഖാറ നമസ്കാരം പ്ലസ് ഉളുവിന്റെ നിയ്യത്ത് അത് വെക്കാം. ഇനി റവാത്തിബ് സുന്നത്ത്, നമ്മളില്ലേ സുബഹി ഓടി വന്ന് സുബഹിക്ക് നിസ്കരിക്കാൻ പോകണം, അപ്പൊ ഇമാമ് നിസ്കരിക്കുന്ന മുമ്പേ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, അപ്പൊ നമുക്ക് അതിന്റെ കൂടെ അങ്ങനെയും വെക്കാം, എല്ലാ നിസ്കാരത്തിന്റെയും ഒപ്പരം അല്ലെ. ഇങ്ങനെ ആരാധനകളുടെ സംയോജനം 2 വിഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്നു. ചിലത് അങ്ങോട്ട് യോജിപ്പിച്ച് നമസ്കരിക്കാം, ചിലത് യോജിപ്പിച്ച് നമസ്കരിക്കാൻ പാടില്ല എന്നുണ്ട് അല്ലെ. അപ്പൊ പള്ളിയുടെ അഭിവാദ്യം, തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കാരവും ഉളുവിന്റെ നിസ്കാരവും അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇസ്തിഖാറയും ചെയ്യാം. പിന്നെ വേറെന്തേനും
വേറെ നമ്മളെ എല്ലാ നേരത്തുള്ള പിന്നെ ഇതുണ്ടല്ലോ റവാത്തിബ് നമസ്കാരത്തോടൊപ്പം ചെയ്യാം അല്ലെ. പിന്നെ ചെയ്യാൻ പാടില്ലാത്തത് വെച്ചാൽ വുളുവിന്റെ സുബ്ഹിന്റെ 2 റക്അത്ത് സുന്നത്ത് ളുഹായോട് ചേർത്ത് നമസ്കരിക്കാൻ പാടില്ല. അതായത് നിങ്ങൾക്കറിയാം സുബ്ഹിയുടെ സുന്നത്തിന് ഒരുപാട് ഫളായിലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അൽ അഖീദ് തമീനിൽ നിന്നുള്ള ഉദ്ധരണിയിലാണ് അപ്രകാരം കാണുന്നത്. അപ്പം അതുകൊണ്ട് സുബ്ഹിന്റെ സുന്നത്ത് എസ്പെഷ്യലി തന്നെ നിസ്കരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ചാണ് പറയാനുള്ളത്. അന്നേരം ഞാൻ വിശദമാക്കി തരാം. പിന്നെ ഇമാം നവവി ഉദ്ധരിച്ചുകൊണ്ട് സുയൂത്തി പറയുന്നു, 2 സുന്നത്തുകൾ ഒന്ന് മറ്റൊന്നിനോട് സൂചിപ്പിക്കുന്നില്ലെങ്കിൽ ദുഹായുടെ സുന്നത്ത് പ്രാർത്ഥനയും ഫജറിന്റെ സുന്നത്തും പോലെയുള്ള പ്രവൃത്തികൾ അതിൽ കൂട്ടിച്ചേരരുത്. അതായത് സുബീന്റെ സുന്നത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഫളായിലുള്ള ഭയങ്കര സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോലും ഉപേക്ഷിക്കാത്ത സുന്നത്തായതുകൊണ്ട് തന്നെ അപ്രകാരം പാടില്ല എന്ന് വന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു നിസ്കാരത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എപ്പോ വുളു ചെയ്യുമ്പോഴും നന്നായി നന്നായി വുളു ചെയ്യുക. വുളു ചെയ്ത ശേഷം അത് ലൈറ്റായിട്ട് നമസ്കരിച്ചാലും മതി ട്ടോ. അതായത് നല്ല ബിഖൽബിഹി വജ്ഹിഹി എന്ന് പറഞ്ഞാല് കൽബും വജ്ഹും നമ്മൾ ശ്രദ്ധിച്ച്, നമ്മൾ വലിയ ആയത്തൊക്കെ നീട്ടി വലിച്ചോതണ്ട, വളരെ മാന്യമായിട്ട് ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം അല്ലെ, ഔജബ അലൈഹി എന്നാ പറയും, നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു നിസ്കാരത്തിനെ കുറിച്ചിട്ട് നമ്മളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്.